നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കിടക വാവുബലി കേരളത്തിലെ ഒരു പ്രധാന ഹൈന്ദവ ആചാരമാണ്. കർക്കിടക വാവ് അല്ലെങ്കിൽ കർക്കിടക വാവുബലി എന്നത് ഹൈന്ദവ വിശ്വാസപ്രകാരം മരിച്ചുപോയ പൂർവികരുടെ ആത്മാക്കൾക്ക് ബലി അർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ഇത് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസമാണ് ആചരിച്ചു പോരുന്നത്. ഇന്നേ ദിവസം ബലിയിടുകയാണെങ്കിൽ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം ആളുകൾ പുണ്യനദികളിലും കടൽ തീരങ്ങളിലും ക്ഷേത്രങ്ങളിലും ബലിയിടാനായി ഒത്തുകൂടുന്നു. പൂർവികർക്ക് ബലിയർപ്പിക്കുന്നത് വഴി അവരുടെ അനുഗ്രഹം ലഭിക്കുമെന്നും ഐശ്വര്യമുണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വരുന്ന ജൂലൈ 24 വ്യാഴാഴ്ചയാണ് ഈ പ്രാവശ്യത്തെ കർക്കിടക വാവ്. മറ്റ് കറുത്ത വാവുകളെ അപേക്ഷിച്ച് ഏറ്റവും വിശേഷപ്പെട്ട കറുത്ത വാവാണ് കർക്കിടകത്തിലെ അമാവാസി എന്ന് പറയുന്നത്. സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ വരുന്ന ഈ ദിവസം പിതൃക്കൾ നമ്മളെ കാണാൻ ഭൂമിയിലേക്ക് എത്തുന്നു എന്നതാണ് ഹൈന്ദവ വിശ്വാസം. കഴിഞ്ഞുപോയ 7 ജന്മങ്ങളിലുള്ള പിതൃക്കൾ നമ്മളെ കാണാൻ നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്ന ഒരു ദിവസം കൂടിയാണ് കർക്കിടക വാവ് എന്ന് പറയുന്നത്. അന്നേ ദിവസം അവർ വന്ന് നമുക്ക് അനുഗ്രഹം ചൊരിയും എന്നതുമാണ് ഒരു വിശ്വാസം. പിതൃക്കൾക്ക് അന്നം നൽകാനുള്ള ഏറ്റവും ശുഭകരമായ ഒരു ദിവസമാണ് കർക്കിടകത്തിലെ കറുത്ത വാവ്. എന്നാൽ ചിലർക്ക് കർക്കിടകത്തിലെ ഈ കറുത്ത വാവിന് വാവ് ബലിയിടാൻ പാടില്ലാത്തവരുണ്ട്. കർക്കിടക വാവിന് ബലിയിടാൻ പാടില്ലാത്തവരിൽ ആദ്യത്തേത് ഗർഭിണികളാണ്. 6 മാസമോ അതിനു മേലെയോ ഗർഭം ധരിച്ചിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും കർക്കിടക വാവിന് ബലിയിടാൻ പാടുള്ളതല്ല. 6 മാസത്തിന് താഴെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ബലിയിടുന്നതിൽ തെറ്റില്ല. അടുത്തത് ആർത്തവ സമയത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളാണ്. ഇവർ ഒരു കാരണവശാലും ജൂലൈ 24 കറുത്ത വാവിന് ബലിയിടാൻ പാടുള്ളതല്ല. ആർത്തവ അശുദ്ധിയുള്ള സ്ത്രീകൾ വീട്ടിലുണ്ട് എന്നു കരുതി മറ്റു കുടുംബാംഗങ്ങൾക്ക് പോയി ബലിയിടുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ആർത്തവ അശുദ്ധിയിലിരിക്കുന്ന സ്ത്രീകൾക്ക് പകരമായി കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾക്ക് പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പുലവാലായ്മയുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബലിയിടാൻ പോകാൻ പാടുള്ളതല്ല. അതായത് രക്തബന്ധത്തിലുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ 16 ദിവസം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കർക്കിടക വാവ് ബലിയിടാൻ പാടുള്ളതല്ല. ഈ കർക്കിടക വാവിന് പല കാരണങ്ങൾ കൊണ്ടും ബലിയിടാൻ സാധിക്കാത്തവർക്ക് തുലാമാസത്തിലെ അമാവാസിക്ക് ബലിതർപ്പണം ചെയ്യാവുന്നതാണ്. കർക്കിടക വാവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തുലാമാസത്തിലെ കറുത്ത വാവും. അതുപോലെ തന്നെ കർക്കിടക വാവിന് ബലിതർപ്പണം നടത്തുന്നവർക്കും നടത്താൻ പറ്റാത്തവർക്കും ഒരുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിച്ച് പിതൃക്കളെ സ്മരിക്കാവുന്നതാണ്. എല്ലാവരും ഓം നമഃ ശിവായ എന്ന് ജപിച്ചുകൊണ്ട് കർക്കിടക വാവിന് ബലിതർപ്പണത്തിന് പോവുക. അതുപോലെ പോകാൻ പറ്റാത്തവർ വീട്ടിലിരുന്ന് ജപിച്ച് പിതൃക്കളെ സ്മരിക്കുക.